ഇടുക്കി ജില്ലാ പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന ദ്വിദിന കഞ്ഞിവയ്പ് സമരം അവസാനിച്ചു. 500-ൽ പരം ഭൂരഹിതരായവർക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴി വില്ലേജിൽ മനയത്തടുത്ത് 1973-ൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പട്ടികജാതി മതപരിവർത്തിത ക്രൈസ്തവരിൽപ്പെട്ട 500ഓളം വരുന്ന ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ 2 ദിവസം കഞ്ഞിവയ്പ് സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനയത്തടം ഭൂമിയിൽ പ്രവേശിച്ച് കുടിലുകെട്ടി കൃഷിദേഹങ്ങൾ ചെയ്ത് താമസിക്കുവാൻ വേണ്ടിയാണ് അവിടെ ചെന്നത്. അന്ന് അടിച്ചിറക്കപ്പെട്ട ആളുകളെ ഈ ഗവൺമെന്റ് നാളിതുവരെയായി മാറി മാറി വന്ന കോൺഗ്രസിന്റെ ആയാലും CPM-ൻ്റെതായാലും ഒരു ഗവൺമെന്റുകളും പരിഗണന ഉണ്ടാക്കിയിട്ടില്ല. ആ പരിഗണന കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ചെറിയ പിടിവള്ളി എന്ന നിലയ്ക്ക് വ്യക്തിഗത അപേക്ഷ കൊടുക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരി മാസം 24-ാം തീയതി നമ്മുടെ ജില്ലാ കളക്ടറേറ്റിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അപേക്ഷ സമർപ്പിച്ചു. ആ അപേക്ഷയ്ക്ക് പരിഹാരമുണ്ടാക്കി ഈ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ മനയത്തടം ഭൂമിയുടെ 900 ഏക്കർ വരുന്ന ഭൂമി ഈ ആളുകൾക്ക് 500 കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇന്നലെയും ഇന്നുമായി ഇവിടെ നടത്തപ്പെടുന്നത്. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി CK രാജേന്ദ്രൻ, PM ജോൺ, ബാബു മഞ്ഞള്ളൂർ, MK രാജപ്പൻ, PK ശശി, MV രവീന്ദ്രൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഭൂമി ലഭ്യമല്ലാത്ത പക്ഷം കൂടുതൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി.